ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്ലിറ്റ് ചുരിദാറിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കട്ടിംഗ് ആണ് കേട്ടോ. അതിൻ്റെ ആ ഒരു അളവൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് തുണിയിൽ അടയാളപ്പെടുത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നൈറ്റി പീസാണ്. ഇതിൽ ഞാനൊരു സ്ലിറ്റ് ചുരിദാർ തയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അംബ്രല്ല ടൈപ്പ് ചുരിദാറൊക്കെ ആണെങ്കിൽ നല്ല വിടുത്തുള്ള തുണിയായിരിക്കണം, പക്ഷേ ഇതിന് കുറച്ച് വിടുത്ത് കുറവാണ്. എനിക്ക് സാധാരണ ഒരു അംബ്രല്ല ടൈപ്പ് ചുരിദാർ ഇടുന്നതാണ് ഇഷ്ടം. സ്ലിറ്റിനോട് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ ഈ ഒരു നൈറ്റി പീസ് കിട്ടിയത് വിടുത്ത് കുറച്ച് കുറഞ്ഞതുകൊണ്ട് ഞാനിത് അംബ്രല്ല പീസായിട്ട് ചുരിദാറായിട്ട് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്ലിറ്റ് ചുരിദാറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിങ്ങൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ തുണി ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗത്തായിരിക്കണം നമ്മൾ എപ്പോഴും അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മഷി എല്ലാ ചോക്കും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ചില ചോക്കിൻ്റെ ആ ഒരു ഇത് അതിൽ തന്നെ പറ്റിപ്പിടിച്ച് ബോറായിരിക്കും. അതുകൊണ്ട് ഞാനെപ്പോഴും അടയാളപ്പെടുത്തുന്നത് ഉൾഭാഗത്താണ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് നീളം ആദ്യം അളന്ന് കട്ട് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താൻ. അപ്പം ഞാൻ ആദ്യം തന്നെ ആ ഒരു നീളം അളന്നെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 39 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ചേർത്തിട്ട് ഒരു 40.5 ഇഞ്ചിലാണ് ഞാൻ നീളം അളക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 39 + 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്ത് 40.5 ഇഞ്ചിൽ അവിടെ ഒരു മാർക്ക് ചെയ്യാണ്. അതിനുശേഷം ആ ഒരു പോയിന്റിൽ വെച്ച് തുണി മടക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ബാക്കിയുള്ള ആ ഒരു എക്സ്ട്രാ പീസ് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 4 ഭാഗവും നല്ല കറക്റ്റ് ആക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് അളവെടുക്കുന്ന സമയത്ത് കറക്റ്റായി കിട്ടൂ. അങ്ങനെ എൻ്റെ ഒരു ഫുൾ ലെങ്ത്തിൽ ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആ ഒരു ഷോൾഡർ മുതൽ താഴേക്ക് 40.5 ഇഞ്ചിൽ നീളത്തിൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് ബാക്കി പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പീസ് ഒന്നുകിൽ ഫുൾ സ്ലീവ് വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് തൽക്കാലം ആ ഒരു പീസിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത്രയും പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി. അപ്പോൾ ഈ ഒരു ഭാഗം വരുന്നത് 4 ഓപ്പണിംഗ് ആയിട്ടുള്ള സൈഡാണ് വരുന്നത്. പിന്നെ മുകൾ ഭാഗത്ത് ഷോൾഡറിൻ്റെ ആ ഒരു മടക്കും, അതുപോലെ ആ സൈഡിലാണ് നെക്കൊക്കെ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് 2 ഫോൾഡായിട്ടുള്ള ഭാഗമാണ് ഉള്ളത്. അപ്പം നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തു നിന്നാണ് നെക്കൊക്കെ കട്ട് ചെയ്യുന്നത്. ആം ഹോൾ ഈ ഒരു സൈഡിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കി അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് തുണി ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഈ 2 ഫോൾഡായിട്ടുള്ള ഭാഗം നമുക്ക് നേരെയായിട്ടുള്ള ആ ഒരു രീതിയിലാണ് അടയാളപ്പെടുത്താൻ വേണ്ടി എളുപ്പം. അതുപോലെ മറുഭാഗം ആ ഒരു ആം ഹോളൊക്കെ വരുന്ന ഭാഗം ഓപ്പണിംഗ് ആയിട്ടുള്ള വരുന്നതും പിന്നെ മുകൾ ഭാഗത്ത് ഫോൾഡായിട്ട് വരുന്നതുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താൻ വേണ്ടി പോവാണ്. എൻ്റെ ഒരു ഷോൾഡറിൻ്റെ അളവ് എന്ന് പറയുന്നത് 6.5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അവിടെ ചിലവർക്ക് 7 ആയിരിക്കും. അപ്പോൾ 7 ആണെങ്കിൽ അവിടെ 7 ചെയ്യാം. പിന്നെ വരുന്നത് ആം ഹോളിൻ്റെ ആ ഒരു റൗണ്ടാണ്. അപ്പോൾ അവിടെ തന്നെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റിൽ വെച്ച് താഴേക്ക് എൻ്റെ ഒരു ആം ഹോളിൻ്റെ ആ ഒരു അളവ് വരുന്നത് 6.5 തന്നെയാണ്. ചിലവർക്ക് 7 ആണെങ്കിൽ 7 അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഒരു ചുരിദാറിൽ നിന്നും എങ്ങനെയാണ് അളവെടുക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 6.5 ആം ഹോളും ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത അടയാളപ്പെടുത്തേണ്ടത് ചെസ്റ്റാണ്. അപ്പോൾ ചോക്ക് ഇതിൽ അങ്ങനെ ഒരു ക്ലിയർ ആവുന്നില്ല കേട്ടോ. നല്ല വർക്കൊക്കെയുള്ള ആ ഒരു പീസ് ആയതുകൊണ്ട് ഏത് ചോക്കും അത്ര ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് എനിക്ക് വരുന്നത് 9 ആണ്. ആ 9ൻ്റെ കൂടെ ഒരു 2 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് ചേർക്കുന്നത്. അപ്പോൾ 9ൽ ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 2 ഇഞ്ച് തയ്യൽ തുമ്പിലും വരുമ്പോൾ 11 ഇഞ്ചിലേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ 1.5 ഇഞ്ച് കൊടുക്കുന്നവരുണ്ട്.
ഞാൻ തയ്യൽ തുമ്പ് 2 കൊടുക്കാറുള്ളത് സാധാരണ. 1.5 ഇഞ്ച് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു കർവ് ഒന്ന് വരക്കാനുണ്ട്, ഒന്ന് കുഴിച്ച് വരക്കാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ മുതൽ താഴേക്കുള്ള ആം ഹോളിൻ്റെ 6.5 പകുതി എടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഒരു എളുപ്പവഴി എന്ന് വെച്ചാൽ ടാപ്പ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചാൽ നമുക്കതിൻ്റെ ആ ഒരു സെൻറ്റർ കിട്ടും കേട്ടോ. ആ ഒരു സെൻറ്ററിൽ നിന്നും നമ്മൾ 9 അടയാളപ്പെടുത്തിയില്ലേ, കറക്റ്റ് ആ 9ലേക്കാണ് വേണ്ടത്, 11ലേക്കല്ല വേണ്ടത്, 9ലേക്കാണ് ഒരു കർവ് രൂപത്തിൽ ഒരു വളവ് വേണ്ടത് കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ വരച്ചാൽ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ നീറ്റിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ സെൻറ്ററിൽ നിന്നും ആ 9 അടയാളപ്പെടുത്തി അതിലേക്കൊരു കേവ് വരച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ആം ഹോളൊന്ന് കുഴിച്ച് വരക്കാവുന്നതാണ്, പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, എനിക്കത്ര ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടുന്നവർ ഉണ്ട് കേട്ടോ, അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാനങ്ങനെ എല്ലാ ചുരിദാറിനൊന്നും ചെയ്യാറില്ല, ചിലതിനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഇത് ഞാൻ വീട്ടിലിടാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കത്ര ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ വേണമെന്നുള്ള ഉണ്ടെങ്കിൽ 1/2 ഇഞ്ച് ഒന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഫ്രണ്ട് ആം ഹോൾ മാത്രം ഒന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. നീലച്ചോക്ക് എടുത്താൽ ക്ലിയർ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്തത് കേട്ടോ. റെഡും ശരിയായില്ല, യെല്ലോ എടുത്തു, അത് ശരിയായില്ല. അപ്പോൾ നീലയും ശരിയായിട്ടില്ല, ഒന്ന് ക്ഷമിക്കുക. ഞാൻ കറക്റ്റ് അളവൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഷേപ്പ് ലെങ്ത്താണ്. ഷേപ്പ് ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. ഏതൊരാൾക്കും 13.5 അല്ലെങ്കിൽ 14 കേട്ടോ, അതിനിടയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഞാനിവിടെ 13.5 ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ആ ഒരു പോയിൻറ്റും ഹിപ്പ് പോയിൻറ്റും തമ്മിലുള്ള ആ ഒരു മിഡിലായിട്ട് വരും. ഇനി അതിൻ്റെ വിഡ്ത്താണ് നോക്കുന്നത്. വിഡ്ത്ത് എനിക്കൊരു 8 ഇഞ്ചാണ് വരുന്നത്. 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 8ൻ്റെ അടുത്ത് ഒരു പോയിൻ്റ് ഇടുന്നുണ്ട്. അതുപോലെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് 10ൻ്റെ അടുത്തും ഒരു പോയിൻ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഷേപ്പ് വിഡ്ത്തായിട്ട് വരുന്നത്. അപ്പം നിങ്ങളുടെ ഷേപ്പ് വിഡ്ത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തി അതിൻ്റെ കൂടെ 1.5 അല്ലെങ്കിൽ 2 ഇഞ്ചോ തയ്യൽ തുമ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് അടയാളപ്പെടുത്തേണ്ടത് സ്ലിറ്റ് ലെങ്ത്താണ്. ഇവിടെ ഞാൻ സ്ലിറ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ മുതൽ താഴേക്ക് 20 ഇഞ്ചാണ് കേട്ടോ ഞാൻ അടയാളപ്പെടുത്തുന്നത്. ചില ആൾക്കാർ 19 ചെയ്യാറുണ്ട്, 19.5 ഇടാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ ചുരിദാറിനും 20 ചെയ്യാറുള്ളത്. 19 ഇടുന്ന സമയത്ത് സ്ലിറ്റ് കുറച്ച് കയറിപ്പോയതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. 20 തോന്നുന്നു കറക്റ്റായിട്ട് കേട്ടോ. നല്ലൊരു ഭംഗിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 20, 19.5 ചെയ്താലും വലിയ കുഴപ്പം വരുന്നില്ല. 19 ചെയ്യുമ്പോൾ കുറച്ച് കയറിയ പോലെ തോന്നാറുണ്ട് കേട്ടോ. ഇനി അവിടുത്തെ വിഡ്ത്തായിട്ട് വരുന്നത്, എൻ്റെ ഒരു ഹിപ്പ് വിഡ്ത്തായിട്ട് വരുന്നത് 10.5 ഇഞ്ചാണ്. 10.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 11.5 ഇഞ്ച്. അപ്പോൾ 10.5ലും ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ 11.5 ഇഞ്ചിലും ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് വിഡ്ത്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് അവിടെ ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ആ ഒരു 3 പോയിൻറ്റും കൂടി നല്ല ഷേപ്പായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ളത് ആ ചെസ്റ്റും അതുപോലെ നമ്മുടെ ഷേപ്പിലെ ആ പോയിൻറ്റും പിന്നെ ഉള്ളത് ഹിപ്പിൻ്റെ ആ പോയിൻറ്റും ഉണ്ടല്ലോ, അത് 3ഉം തമ്മിൽ നല്ല ഷേപ്പായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർ ആയതുകൊണ്ട് തീരെ എന്തൊക്കെയാണ് അടയാളപ്പെടുത്തിയെന്നുള്ളത് മനസ്സിലാവുന്നില്ല അല്ലേ. കുറച്ച് കട്ടിയിൽ തന്നെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇനി ചെയ്യുന്ന സമയത്ത് അത് ആ തുണി എടുക്കുന്നതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ട് അളവൊക്കെ പറയുന്നത് കൊണ്ട് കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവർക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ബിഗിനേഴ്സ് ആണെങ്കിൽ അടയാളപ്പെടുത്തിയൊന്നും കാണാത്തത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ ഷേപ്പാക്കിയിട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ താഴ്ഭാഗത്തെ ആ ഒരു വണ്ണമാണ് ചെയ്യേണ്ടത്. അത് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് താഴത്തെ ആ ഒരു വിരിവ് എത്ര വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് കേട്ടോ. എൻ്റെത് 10.5 ഇഞ്ചാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടിയും കൂട്ടി 11.5 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും, അങ്ങനെ 12.5 ഇഞ്ചാണ് ഞാൻ താഴത്തെ വിരിവായിട്ട് എടുത്തിട്ടുള്ളത്.
ഇനി ആ സ്ലിറ്റ് ഇട്ട ആ പോയിന്റിൽ നിന്നും താഴേക്കുള്ള ആ വരെയുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തെറ്റാതെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ ആ ലൈനിൽ കൂടെ താഴേക്ക് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് പോവുകയാണ് കേട്ടോ. ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തയ്യൽ തുമ്പ് ചേർത്ത് വരച്ചില്ലേ, ആ ഒരു ലൈനിൽ കൂടെയാണ് കട്ട് ചെയ്ത് വരേണ്ടത് കേട്ടോ. അതിന് തൊട്ടപ്പുറത്തുള്ള ലൈനിൽ കൂടി ചെയ്യാൻ പാടില്ല. ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ആ ലൈനിൽ കൂടിയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലവർ ഓർമ്മയില്ലാതെ ആ ഒരു മറ്റേ ലൈനിൽ കൂടി കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്താൽ ആ തുണി മുഴുവൻ വേസ്റ്റാണ്. പിന്നെ നമുക്ക് ചുരിദാർ പെട്ടെന്നൊന്ന് ലൂസാക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. അതുമാത്രമല്ല തയ്യൽ തുമ്പിന് പിന്നെ വേറെ സ്ഥലം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ പിന്നെ ആ ഒരു തുണി വെറും വേസ്റ്റാണ്. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇനി സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. ഒരു ചെറിയൊരു സ്ലീവൊക്കെ ആണെങ്കിൽ ഈ ഒരു തുണി ധാരാളം മതി. വലിയ സ്ലീവൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസിൽ നിന്ന് ബാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു സ്ലീവിൻ്റെ തുണി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കഴുത്ത് ഇപ്പം കട്ട് ചെയ്യുന്നില്ല, അപ്പോൾ അതിന് വേണ്ടുള്ള ക്രോസ് പീസും ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടത് ആ ഷോൾഡർ അവിടെ നിന്നൊന്ന് ഓപ്പൺ ചെയ്യണം. അതിപ്പോൾ ഒരു ഫോൾഡ് ആയിട്ടുള്ള ഭാഗമല്ലേ ആ ഷോൾഡർ വരുന്നത്, അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ അവിടെ ഒരു സ്ലിറ്റ് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ, സ്ലിറ്റിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത ഒരു ഭാഗം, അവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കട്ടിങ് ഇല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് സ്ലിറ്റ് വരുന്നതെന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി അവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗത്തും ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ്. അത് അത്ര നിർബന്ധമില്ല, എന്നാലും നമുക്ക് ആ ഒരു സമയത്ത് ഓർമ്മ കിട്ടാൻ വേണ്ടി അവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ്. പക്ഷേ ആ സ്ലിറ്റിൻ്റെ അവിടെയുള്ള കട്ടിങ് മറക്കാണ്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാകും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലിറ്റിൻ്റെ കുർത്തിയുടെ ആ ഒരു കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ആ ഒരു ഭാഗത്താണ് ബാക്കിയുള്ളത്. അതേതായാലും ഇന്ന് കട്ട് ചെയ്യുന്നില്ല, അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുർത്തി കട്ട് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാണിച്ച് തന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.